പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജൂലൈ 11 ശനിയാഴ്ച. 2 ശമൂവേൽ 7-ാം അധ്യായം 28-ാമത്തെ വാക്യം. കർത്താവായ യഹോവേ, നീ തന്നെ ദൈവം, നിന്റെ വചനങ്ങൾ സത്യമാകുന്നു, അടിയനീ നന്മയെ നീ വാഗ്ദാനം ചെയ്തുമിരിക്കും. ജീവിതം പലപ്പോഴും ചോദ്യങ്ങളുടെ സമുദ്രമാണ്. ഇന്നലെ ഉറപ്പായിരുന്ന പല കാര്യങ്ങളും ഇന്ന് മങ്ങിപ്പോകാം. മനുഷ്യരുടെ വാഗ്ദാനങ്ങൾ മാറാം, സാഹചര്യങ്ങൾ മാറാം, നമ്മുടെ മനസ്സ് പോലും പലപ്പോഴും മാറിപ്പോകാം. എന്നാൽ മാറാത്ത ഒന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ടാണ് ദാവീദ് തൻ്റെ പ്രാർത്ഥനയിൽ ഹൃദയം നിറഞ്ഞ് ഏറ്റുപറയുന്നത്, അങ്ങയുടെ വചനങ്ങൾ സത്യമാണ്. ഈ വചനം ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. അത് വെറും അധരങ്ങളുടെ ഭാഷയല്ല, അനുഭവങ്ങളുടെ ആഴത്തിൽ നിന്ന് ഉയർന്ന ആത്മാവിൻ്റെ ഗാനം. ദാവീദ് തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഒരു ഇടയ ബാലനിൽ നിന്ന് രാജാവായി ഉയർത്തിയ ദൈവത്തിൻ്റെ കരം. താൻ അർഹിച്ചതുകൊണ്ടല്ല, ദൈവം പറഞ്ഞത് സത്യമായതുകൊണ്ടാണ് താൻ ഇന്നിവിടെ നിൽക്കുന്നതെന്ന് ദാവീദ് മനസ്സിലാക്കും. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, കർത്താവേ, അങ്ങയുടെ വചനം സത്യമാണ്. നമ്മുടെ ജീവിതത്തിലും എത്രയോ വാഗ്ദാനങ്ങൾ കാറ്റിൽ പറന്നു പോയിട്ടുണ്ട്. ചിലർ നമ്മെ മറന്നുപോയി, ചില സ്വപ്നങ്ങൾ പൂവണിയാതെ വീണുപോയി, ചില പ്രതീക്ഷകൾ കണ്ണീരിൽ അലിഞ്ഞുപോയി. പക്ഷേ ദൈവത്തിൻ്റെ ഒരു വാക്കുപോലും വെറുതെയാകുന്നില്ല. അവൻ്റെ സമയം വൈകുന്നത് പോലെ തോന്നാം, എന്നാൽ അതൊരിക്കലും തെറ്റിപ്പോകുന്നില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പലപ്പോഴും നിശബ്ദമായി പ്രവർത്തിക്കും. നമുക്ക് കാണാൻ കഴിയാത്തിടത്ത് ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ ലോകം പറയുന്നത് കാണുമ്പോൾ വിശ്വസിക്കൂ എന്നാണ്. എന്നാൽ ദൈവം പറയുന്നത് വിശ്വസിക്കൂ, അപ്പോൾ കാണും. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. വചനം രാത്രിയിലെ ഇരുട്ടിൽ തെളിയുന്ന വിളക്കാണ്. ക്ഷീണിച്ച ഹൃദയത്തിന് ജീവന്റെ ആശ്വാസമാണ്. അതുകൊണ്ട് സാഹചര്യങ്ങൾ നമ്മെ ഭയപ്പെടുത്തുമ്പോൾ സാഹചര്യങ്ങളുടെ ശബ്ദം കേൾക്കരുത്, ദൈവത്തിൻ്റെ വചനം കേൾക്കുക. ഇന്ന് ദൈവം നമ്മോടും ചോദിക്കുന്നു, എൻ്റെ വചനത്തെക്കാൾ വലിയ പ്രശ്നം നിനക്കുണ്ടോ? ഇല്ല. കാരണം ദൈവം സംസാരിക്കുന്നിടത്ത് പ്രത്യാശ ജനിക്കുമല്ലോ. അവൻ വാഗ്ദാനം ചെയ്യുന്നിടത്ത് ഭാവി വിരിയുമല്ലോ. അവൻ അനുഗ്രഹിക്കുന്നിടത്ത് അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടുമല്ലോ. അതുകൊണ്ട് ഇന്ന് നമുക്ക് ദാവീദിനെ പോലെ ഏറ്റുപറയാം, കർത്താവേ, എനിക്കെല്ലാം മനസ്സിലാകുന്നില്ല, എന്നാൽ അങ്ങയെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കും. എൻ്റെ വഴികൾ വ്യക്തമല്ലെങ്കിലും അങ്ങയുടെ വചനം സത്യമാണ്. എൻ്റെ കണ്ണുകൾ കണ്ണീർ നിറഞ്ഞാലും അങ്ങയുടെ വാഗ്ദാനങ്ങൾ മങ്ങിപ്പോകുന്നില്ല. മനുഷ്യൻ്റെ വാക്കുകൾ കാലത്തിൻ്റെ മാറ്റിൽ മാഞ്ഞു പോകാം, എന്നാൽ ദൈവത്തിൻ്റെ വചനം നിത്യതയുടെ പാറയിൽ കൊത്തിവെച്ച സത്യമാണ്. അതിലാശ്രയിക്കുന്നവർ ഒരിക്കലും ലജിച്ചു പോയില്ല. അതുകൊണ്ട് ഇന്ന് നിരാശയുടെ ഭാഷയല്ല, വിശ്വാസത്തിൻ്റെ ഭാഷ നമുക്ക് സംസാരിക്കാം. ഭയത്തിൻ്റെ വഴിയല്ല, വചനത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാം. കാരണം ദൈവം സത്യവാനാണ്. അവിടുത്തെ വചനങ്ങൾ എന്നും സത്യമാണ്. ആ സത്യം നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറയാകട്ടെ. ആ വാഗ്ദാനം നമ്മുടെ യാത്രയുടെ ശക്തിയാകട്ടെ. ആ വിശ്വസ്തത നമ്മുടെ പ്രത്യാശയുടെ പാട്ടാകട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. സാഹചര്യങ്ങൾ മാറിയാലും അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. നിരാശയിൽ പ്രത്യാശയും ഭയത്തിൽ ധൈര്യവും നൽകി അങ്ങയുടെ വിശ്വസ്തത ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.